ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരേ വാഹനത്തിന് പല റേറ്റ് വരാറുണ്ട്. അതായത് ഈ സെലീരിയോ സെയിം ഇയറിലുള്ള എൻ്റെ വാഹനത്തിൻ്റെ സെയിം റേറ്റ് ആയിരിക്കത്തില്ല വേറൊരു വാഹനത്തിന് വരുന്നത്. ഇതിനൊക്കെ ഇൻഷുറൻസിൻ്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്തായിരുന്നു. റിന്യൂ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ NCB അഥവാ നോ ക്ലെയിം ബോണസ് 45%. ഈ 45% ഉള്ളതുകൊണ്ട് എനിക്ക് വാഹനത്തിൻ്റെ ഇൻഷുറൻസിന് ഏകദേശം 7,800 രൂപ ആ റേഞ്ചോളമാണ് എനിക്ക് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വന്നത്. അതേ സ്ഥാനത്ത് എനിക്ക് NCB ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 12,000 തൊട്ട് 13,000 ആ റേഞ്ചിനകത്ത് വരുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഇൻഷുറൻസിൽ NCB കൊണ്ടുള്ള ഗുണം? അഥവാ NCB ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു കാര്യത്തിൽ പറയുന്ന സമയത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അഥവാ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൽ NCB ഉണ്ടോ, NCB ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ആദ്യം തന്നെ എന്താണ് NCB എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നോ ക്ലെയിം ബോണസ്. നിങ്ങളുടെ വാഹനത്തിൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ കിട്ടാൻ പോകുന്നൊരു ബോണസാണ് NCB എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ NCB എൻ്റെ ഈ വാഹനത്തിനുണ്ട്, ഞാൻ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇൻഷുറൻസ് എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ക്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രമാണോ? അല്ല. നിങ്ങളുടെ വാഹനത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നിങ്ങളുടെ വാഹനത്തിൽ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ മാത്രമാണ് ഉള്ളതെങ്കിൽ, അതായത് ഒരു ബമ്പറിൻ്റെ സൈഡിൽ മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അതിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു കാരണവശാലും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു ബമ്പർ കോർണർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഏകദേശം ഒരു 2,000 രൂപയ്ക്ക് താഴെ നമുക്ക് കയ്യിൽ നിന്ന് വരത്തുള്ളൂ. അത് ലാഭമായിരിക്കും ക്യാഷിൽ ചെയ്യുകയാണെങ്കിൽ, വേറെ ക്ലെയിം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു സൈഡ് ഫുള്ള് നിങ്ങളുടെ വാഹനത്തിൽ നല്ല സ്ക്രാച്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നല്ല രീതിക്ക് ഒരു സ്ക്രാച്ച് വന്നു, അതിന് നിങ്ങൾക്ക് NCB കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് പോകണ്ട, എൻ്റെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൽ NCB ഉണ്ട് അഥവാ നോ ക്ലെയിം ബോണസ് ഉണ്ട്, ഞാൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് ഫുള്ള് ക്ലെയിം ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ കയ്യിൽ നിന്നും ഒരു 20 രൂപ അല്ലെങ്കിൽ ഒരു 17 അല്ലെങ്കിൽ 18 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. 17,000 നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ച് വളരെ നഷ്ടമാണ്. നിങ്ങൾ ഒരു കാരണവശാലും അത് കയ്യിൽ നിന്ന് മുടക്കരുത്. ഇൻഷുറൻസിൽ, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൽ തന്നെ അത് ക്ലെയിം ചെയ്തോണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് NCB ഉണ്ടെങ്കിൽ ഒരു 45% എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ലാഭം എന്ന് പറയുന്നത് 3,000 തൊട്ട് 4,000 രൂപ വരെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം. പക്ഷേ ഈ ഒരു ലാഭം നമ്മൾ നോക്കി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതിരുന്ന നമുക്ക് വരാൻ പോകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഫുള്ള് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 17 അല്ലെങ്കിൽ 18,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നഷ്ടമാണ് ഒരു സൈഡ് ഫുള്ള് നമ്മൾ ക്ലെയിം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ക്ലെയിം ചെയ്യാൻ വേണം. ചെറിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇനി നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾ ഒരു ക്ലെയിമും ചെയ്യുന്നില്ല, NCB അങ്ങനെയുണ്ട്, അതായത് ഒരു 70% NCB നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിലുണ്ടെങ്കിൽ നാളെ നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ NCB എത്രയുണ്ട് ആ NCB അത്രയും നമ്മുടെ പുതിയ വാഹനത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പുതിയ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എമൗണ്ടിൽ ഏറെക്കുറെ ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു 11 രൂപയോളം, അതായത് 11,000 നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നതിൽ കുറവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ഇൻഷുറൻസ് ഉദ്ദേശിച്ച് നമ്മുടെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യാമെന്നല്ല, പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് അതിനെടുക്കുന്ന ഇൻഷുറൻസിൽ നമുക്ക് എമൗണ്ട് കുറവ് കിട്ടുന്നുണ്ട് NCB ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ലാതെ NCB ഇരിക്കുന്നുണ്ട് വേറെ വലിയ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് NCB വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതിരിക്കാം. പക്ഷേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, വാഹനം മോശമായിക്കൊണ്ടിരിക്കും. വാഹനത്തിൻ്റെ ഒരു സൈഡ് ഫുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ ഒരു ഡോറോ ഒരു സൈഡൊക്കെ കൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5,000 രൂപയ്ക്ക് മേളിൽ പെയിൻറ്റിങ് വരുന്ന എന്താണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഇൻഷുറൻസ് തന്നെ ക്ലെയിം ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ വലിയ കാര്യമോ ഒന്നും കിട്ടാനില്ലെന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടി രേഖപ്പെടുത്തിയേക്കുക.